കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ പടയൊരുക്കം. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സതീശൻ ആരാണ് എന്ന് എ.പി. അനിൽകുമാർ ചോദിച്ചു. വിമർശനത്തെ തുടർന്ന് പ്രസംഗം പാതി വഴിയിൽ പ്രതിപക്ഷ നേതാവിന് നിർത്തേണ്ടി വന്നു. ഐക്യമില്ലെങ്കിൽ കേരളത്തിന്റെ ചുമതല ഒഴിയുമെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുന്നറിയിപ്പും നൽകി. 6 മണിക്കൂറോളം നീണ്ട കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കൾ തമ്മിലുള്ള ഐക്യമില്ലായ്മയാണ് പ്രധാനമായും ചർച്ചയായത്. യോജിച്ച് പ്രവർത്തനമില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ നീങ്ങണമെന്ന് ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ വേണ്ടെന്നും തർക്കം തെറ്റായ സന്ദേശം നൽകുമെന്നുമായിരുന്നു പി.ജെ. കുര്യന്റെ നിലപാട്. അവസാനം സംസാരിച്ച പ്രതിപക്ഷ നേതാവ് നിയമസഭാ മുന്നൊരുക്കങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലാണ് എ.പി. അനിൽകുമാർ ഇടഞ്ഞത്. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ വി.ഡി. സതീശൻ ആരാണെന്നായിരുന്നു അനിൽകുമാറിന്റെ ചോദ്യം. പറയാനുള്ള അവകാശം തനിക്കില്ലേ എന്ന് ചോദിച്ച് വി.ഡി. സതീശൻ പ്രസംഗം പൂർത്തിയാക്കാതെ നിർത്തി. കെ.സി. വേണുഗോപാൽ അടക്കം ആവശ്യപ്പെട്ടിട്ടും പ്രസംഗം തുടരാൻ സതീശൻ തയ്യാറായില്ല. പ്രതിപക്ഷ നേതാവിന്റെ വസതി പ്രവർത്തകരുടെ അഭയകേന്ദ്രമല്ലെന്ന വിമർശനം ശൂരനാട് രാജശേഖരൻ ഉന്നയിച്ചു. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്ന വിമർശനവും ഉയർന്നു. തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് താൻ തുടരുന്നതിൽ കാര്യമില്ലെന്ന് യോഗത്തിൽ പങ്കെടുത്ത ദീപാദാസ് മുൻഷി നിലപാടെടുത്തു. ഇതോടെയാണ് നേതാക്കൾ തമ്മിലുള്ള വാഗ്വാദം അവസാനിച്ചത്. ഐക്യമുണ്ടെന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചേർന്ന് വാർത്താ സമ്മേളനം നടത്താൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനമായി. PV അൻവറിനെ തിടുക്കപ്പെട്ട് മുന്നണിയിൽ എടുക്കേണ്ടെന്നാണ് കെ.പി.സി.സിയിലെ ധാരണ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.